ഹായ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖല്ലേ? അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആട്ടോ. ഇതൊരു നോർമൽ ഡേ ആണ്. അപ്പോൾ എന്താ ക്ലീനിങ്, കുക്കിംഗ് അങ്ങനത്തെ കാര്യങ്ങളാട്ടോ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീഡിയോ ഇത് ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണ് എങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. വീഡിയോ കണ്ട് ഇഷ്ടമായി ഒന്ന് ലൈക്ക് ചെയ്യട്ടോ. അപ്പം രാവിലെ എണീറ്റ് എന്താ പറയുക ബെഡും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് തട്ടി വിരിച്ച് നീറ്റാക്കി വെക്കാണ് കേട്ടോ. അപ്പം ഞാൻ ഭയങ്കര മടിയെത്തിയ കേട്ടോ ക്ലീൻ ചെയ്യാനും കുക്ക് ചെയ്യാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര മടി. ചില വീഡിയോസൊക്കെ കാണുമ്പോൾ ഞാൻ വിചാരിക്കും ഇവരെങ്ങനെയാണ് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യണേന്ന്. അപ്പം ഞാൻ ഇങ്ങനെ യൂട്യൂബിൽ വീഡിയോസ് പലതും ഇങ്ങനെ കാണും കേട്ടോ. അപ്പം ഇങ്ങനെ ക്ലീനിങ്ങും കുക്കിങ്ങും ഒക്കെ ചെയ്യാനൊരു ത്വര വരും. അപ്പോൾ എന്താ പറയുക അപ്പം ഞാൻ ഫസ്റ്റായിട്ട് എന്താ ബെഡ് തട്ടി വിരിച്ച് വൃത്തിയാക്കി അപ്പം തന്നെ നമുക്കൊരു മനസ്സിനൊരു ഫ്രഷ് ഫീൽ ഉണ്ടാവും. നമ്മൾ കിടന്നെണീറ്റ് ഒരു സ്ഥലം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പം രാവിലെ എണീറ്റ് ഞാൻ ഒരു ആദ്യം നിന്ന സ്ഥലത്ത് വിൻഡോ ഇല്ല കേട്ടോ. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഒരു സൺലൈറ്റ് നമ്മുടെ ലൈഫിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാവർക്കും അങ്ങനെയാണോ എന്നറിയില്ല, പക്ഷെ എനിക്ക് ഭയങ്കര നിർബന്ധമാണ് ഈ ഡേ ലൈറ്റ് സാധാ ലൈറ്റ് ഉണ്ടല്ലോ അതിട്ട് നിൽക്കരുത്, പുറത്തത്തെ ഒരു വെളിച്ചം വരണം. അപ്പോൾ എനിക്ക് രണ്ടും ഇതാണ്, പുറത്തത്തെ ഒരു കാഴ്ചകളൊക്കെ ആ ഒരു അതൊരു ഫ്രഷ് ഫീലാട്ടോ. അപ്പോൾ ഇവിടെ 2 കർട്ടൻ ഇട്ടിണ്. ഒന്ന് ഒരു നട്ടുച്ചയൊക്കെ ആകുമ്പോഴത്തേക്കും ആ കർട്ടൻ നീക്കി വെക്കും, കട്ടിയുള്ള കർട്ടൻ. അപ്പം നമുക്ക് ലൈറ്റ് ഇടേണ്ടി വരും റൂമിൽ. അപ്പോൾ ഉച്ചക്കായി കഴിഞ്ഞാൽ പിന്നെ അങ്ങനെ ഇതേപോലെ ഭയങ്കര തീരെ കട്ടിയില്ലാത്ത സാധനം ഇട്ട് കഴിഞ്ഞാൽ ചൂട് നന്നായിട്ട് അകത്ത് കയറും. അതുകൊണ്ട് ആ ഒരു സമയത്ത് പക്ഷെ എനിക്ക് വെളിച്ചം കിട്ടണം എന്നുള്ളൊരു ഇതുള്ളതുകൊണ്ട് 2 കർട്ടനാക്കി വെച്ചേക്കാം കേട്ടോ. അത് കഴിഞ്ഞ് ടേബിളും കാര്യങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് പിന്നെന്താ മോൻക്ക് അതിൻ്റെ ഇടയിൽ മുന്നേ ആയിട്ട് കുറച്ച് ഫുഡ് കൊടുത്ത് ഞാൻ നന്നായിട്ട് വെള്ളം കുടിച്ച് ശരീരം എപ്പോഴും ഹൈഡ്രേറ്റ് ആയിട്ട് വെക്കാൻ ശ്രദ്ധിക്കണം. പ്രത്യേകിച്ച് ഇവിടുത്തെ കാലാവസ്ഥ അങ്ങനെയാണ്. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോൾ കുക്കിങ്ങിലോട്ടേക്ക് ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് നെയ്ച്ചോറും ബീഫും വെക്കാമെന്ന് വിചാരിച്ചത്. അധികം നെയ്ച്ചോറും ബീഫും തന്നെ കേട്ടോ വെക്കുക. ചില ദിവസങ്ങൾ ചമ്മന്തി, തക്കാളിക്കറി അങ്ങനെ വരും, ചിലപ്പോൾ കഞ്ഞി വരും, അങ്ങനെ പലതും വരും കേട്ടോ. പക്ഷെ അധികം ഞാൻ നെയ്ച്ചോറും ബീഫും വെള്ളിയാഴ്ച വെക്കണത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ നെയ്ച്ചോറ് വെക്കാൻ വേണ്ടിയിട്ട് ബീഫ് വെള്ളത്തിലിട്ടിട്ട് ഞങ്ങൾ ആഴ്ചയിൽ ആണ് ഇങ്ങനെ ഒരു സാധനങ്ങളൊക്കെ വാങ്ങുക. അതുകൊണ്ട് ബീഫ് ഐസായി കിടക്കുന്നുണ്ട്. അപ്പം അത് വെള്ളത്തിലിട്ടിട്ടാണ് ഉള്ളിയൊക്കെ കട്ട് ചെയ്യാൻ നിന്നത്. ഉള്ളിയും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ യൂട്യൂബിലൊരു വീഡിയോ കണ്ടിട്ടാട്ടോ ഞാനിപ്പോൾ ഈ ഒരു ഡിഷ് ഉണ്ടാക്കണത്. അപ്പോൾ കുരുമുളക്, ഉണക്കമുളക് അങ്ങനത്തെ പിന്നെ വേറെന്താ ഒരു പച്ചജീരകം, നമ്മൾ ഇറച്ചിയിലിടുന്ന ജീരകം അതൊക്കെ ഇട്ടൊന്ന് ഒന്ന് ചതച്ചെടുക്കുക. പിന്നെ ഈ ചെറിയ ഉള്ളി അങ്ങനത്തെ ഒരു വീഡിയോ കണ്ടിട്ടാണ് ഞാനിത് ഏതോ യൂട്യൂബിൽ ആരോ ചെയ്തൊരു വീഡിയോ അത് കണ്ടിട്ടാണ് ഞാനിപ്പോൾ ഈ കറി ഉണ്ടാക്കാൻ വന്നത്. അപ്പം പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ പല കറക്ഷനും ചെയ്ത് ചിലതൊക്കെ വേറെ എക്സ്ട്രാ ആഡ് ചെയ്ത് അങ്ങനെ. അപ്പം ഞാനിങ്ങനെ മട്ടൻ കഴിക്കാത്ത ഒരാളാട്ടോ. ഇതിപ്പോൾ ബീഫാണ്, മട്ടൻ കഴിക്കാത്ത ആളാണ്. അപ്പം എന്നെക്കൊണ്ട് എൻ്റെ ഹസ്ബൻഡിൻ്റെ ഉമ്മ തീറ്റിച്ച്. ഞാൻ അറിയൂല ഇങ്ങനെ ഞാൻ ബീഫാന്ന് വിചാരിച്ചേക്ക. അപ്പം ഇമ്മ എപ്പോഴും പറയും ഇത് മഞ്ഞളും ഉപ്പിട്ടിട്ട് നല്ല ഉരതി കഴുകണം, നല്ല ഇതാക്കി കഴുകണം. അപ്പം ആ ഒരു ചൊയയും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നാട്ടോ പറയണേ. അതേപോലെ തന്നെ ബീഫ് അങ്ങനെ തന്നെ ആട്ടോ കഴുകിയത്. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞ് നെയ്ച്ചോറ് വെക്കാൻ അരിയും കാര്യങ്ങളൊക്കെ കഴുകി നെയ്ച്ചോറൊക്കെ വെച്ച് അതിന് ശേഷം പിന്നെ മുറ്റത്തോട്ട് ഇറങ്ങിയിട്ട് അപ്പം വയ്യാത്തതുകൊണ്ട് ഇപ്പോൾ 2 ദിവസം അടിച്ച് വാരിയിട്ടില്ല. ആ ഒരു നമ്മളെ ഒരു ഏരിയയും പിന്നെ അതൊക്കെ ഒന്ന് വൃത്തിയാക്കട്ടെ. പിന്നെ അടിച്ച് വാരിയാലും അവിടെ വീണ്ടും ഇല വീകും. ഞാനിപ്പോൾ അടിച്ച് വാരിയ സമയത്ത് മറ്റേ ഒരു കോമഡിയിലുള്ള പോലെ പായ ഇങ്ങനെ നിവർത്തണ സമയത്ത് അപ്പുറത്തെ തല ചുരുണ്ട് വരും, ഇപ്പുറത്തെ തല നിവർത്തുമ്പോൾ അപ്പുറത്തെ തല ചുരുണ്ട് വരും. അങ്ങനത്തെ ഒരവസ്ഥ. ഞാൻ അടിച്ച് വാരി വന്നപ്പോഴത്തേക്കും പക്ഷെ ഇത്ര ഇലകൾ ഉണ്ടാവലില്ല, കുറച്ച് ഇലകളെ ഉണ്ടാവുള്ളൂ. ഇതൊന്ന് കുറേ ഇല ഉണ്ട്. അപ്പം അങ്ങനത്തെ ഒരവസ്ഥ. ഇന്ന് ഞാൻ അടിച്ച് വാരി കഴിഞ്ഞ് ഞാൻ വീഡിയോ എടുക്കുമ്പോഴും പിന്നെയും വൃത്തിയായ ഒരു വീഡിയോ എടുക്കണ്ടേ, അപ്പോഴത്തേക്കും വീണ്ടും ഇല പാറി വന്ന് എവിടെ നിന്നൊക്കെ വന്ന് വീണ്ടും ആക്കുകയാണ്. അപ്പം പിന്നെ ഇവിടെ ചൂടായതുകൊണ്ട് കുറച്ച് വെള്ളം പൂച്ചക്ക് ഇവിടെ നാട്ടിലത്തെ ഒരു ഫീലാട്ടോ, പൂച്ചയും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നാട്ടിലത്തെ പോലെ ഇത്. അതുകൊണ്ടാണ് ഫ്ലാറ്റിൽ നിന്ന് വില്ലേക്ക് മാറാൻ തന്നെ കാര്യം. നാട്ടിലത്തെ ഒരു വൈബ് ഇവിടെ കിട്ടും. പിന്നെ പൂച്ചക്ക് വെള്ളം ഒക്കെ വെച്ച് കൊടുക്കുന്നുണ്ട്. അങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ വെച്ച് പിന്നെ അകത്ത് കയറി. ഇന്ന് ഇൻഡിപെൻഡൻ്റ് ഡേ ആയതുകൊണ്ട് അതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്യുക,
ഫ്ലാഗ് ഉണ്ടാക്കി മോൻക്ക്. അങ്ങനെ ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തിട്ടോ. നമ്മൾ പൈസ കൊടുത്ത് വാങ്ങണേനെക്കാട്ടിയും ഒരു ഇതാണല്ലോ നമ്മൾ സ്വന്തമായിട്ട് എഫേർട്ട് ഇട്ടിട്ട് നമ്മൾ തന്നെ ചെയ്യണത്. അപ്പൊ അത് ഞാന് മോൻക്കും ഭയങ്കര ഹാപ്പി. ഞാനിത് ചെയ്യണ കണ്ടിട്ട് ഓന് ഭയങ്കരമായിട്ട് എന്നെ ഹെൽപ്പ് ചെയ്ത് തരുന്നു. പെണ്ണെടുത്ത് തരുന്നു, കളർ എടുത്ത് തരുന്നു. അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ ഭയങ്കരമായിട്ട് നമ്മളായിട്ട് കോപ്പറേറ്റ് ചെയ്യണ്, നമ്മളായിട്ട് സഹകരിച്ച് നിൽക്കണ്. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഓൻ ചെയ്യുന്നുണ്ട് കേട്ടോ. അവൻ ഭയങ്കര ഹാപ്പി, അവനക്ക് നല്ല സന്തോഷം. ഇതിങ്ങനെ കയ്യിൽ ഇങ്ങനെ കോല് പിടിച്ചിങ്ങനെ നിൽക്കും ഫോട്ടോ എടുക്കാനൊക്കെ അവനക്ക് ഭയങ്കര സന്തോഷം. പിന്നെ ഈവനിങ് ആയപ്പോ എന്താ പറയാ, പുറത്ത് പോയിട്ട് ഒന്ന് ചായ കുടിച്ച് വരാൻ വിചാരിച്ച് പുറത്തോട്ട് പോയത്. പുറത്ത് പോയി ഞാൻ അത് മറ്റുള്ള കടികളൊക്കെ കഴിക്കുമെങ്കിൽ കുറച്ച് കൂടുതൽ പപ്സായിട്ട് കഴിക്കുക. പപ്സ് കഴിക്കുമ്പോൾ ഒരു നൊസ്റ്റാൾജിക്കൽ ഫീൽ ആട്ടോ. പണ്ടൊക്കെ ഉമ്മൻ്റെ കൂടെ പുറത്ത് പോകുമ്പോൾ എപ്പോഴും പപ്സും ലൈമും, തണുത്ത ലൈമും പപ്സും. എന്നിട്ട് ഈ പപ്സ് കിട്ടണ സമയത്തുണ്ടല്ലോ ഈ സോസ് വേണം എന്നുണ്ട്, പക്ഷെ അപ്പുറത്തെ ടേബിളാവും ഉണ്ടാവുക, ചോദിക്കാൻ മടിച്ചിരിക്കും. അന്നൊക്കെ ഭയങ്കര, ഇന്നൊക്കെ ആണെങ്കിൽ ഞാൻ ഒന്ന് തരുമോ എന്ന് ചോദിച്ചിട്ട് പോയി എടുക്കും. പക്ഷെ ഇപ്പോൾ അന്നെനിക്ക് ഭയങ്കര മടിയാ. ഞാൻ എൻ്റെ അനിയത്തിക്ക് തോണ്ടിയിട്ട് പറയും അതെടുക്ക് അതെടുക്ക് അതെടുക്ക്, അങ്ങനെ കേട്ടോ. ചിലപ്പോൾ എന്നിട്ട് ഇമ്മ തന്നെ പറയും, ഓരോട് പറയും സോസിന്റെ കുപ്പി ഇങ്ങനെ ഇങ്ങോട്ട് തരുമോ ചോദിക്കും. അങ്ങനെ അതൊരു നൊസ്റ്റാൾജിയ ഫീൽ ആട്ടോ. ഇപ്പൊ പപ്സ് മാറ്റി പിടിക്കാൻ അയക്കണം, എപ്പോഴും പപ്സ് തന്നെയാണ്. അങ്ങനെ തിരിച്ച് വന്ന്, അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ആദ്യം പറഞ്ഞ പോലെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ഓക്കെ, ബായ്.